സുഹൈലെ, ഈ ഇപ്പോൾ ഇന്ന് ഗൾഫ് റീജിയനിലൊരു കൗണ്ടർ അറ്റാക്ക് നടത്തിയല്ലോ ഇറാൻ. അതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു സമ്മർദ്ദമുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. ഒന്ന്, ഇറാൻ വിചാരിച്ച വലുപ്പത്തിലൊരു ആക്രമണം ഗൾഫ് റീജിയനിൽ നടത്താൻ അവർക്ക് പറ്റിയോ? അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ടാക്കാൻ പറ്റി? അത് എന്തുമാത്രം ഒരു നയതന്ത്ര സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു? ഒന്നും കാണുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും തീമഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ കൗണ്ടർ റിട്ടാലിയേഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നാണോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം സമീപകാലത്ത് ഗൾഫ് രാഷ്ട്രങ്ങൾ കാണാത്ത രൂപത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇന്നുണ്ടായത്. തുടർച്ചയായ ആക്രമണം പ്രത്യേകിച്ചും ബഹ്റൈനിലെല്ലാം ഉണ്ടാകുന്നു. ഇപ്പോൾ UAE-യിലും ഒരൊറ്റ ആക്രമണം ഉണ്ടാകും എന്നാണ് ചിലർ പ്രതീക്ഷിച്ചതെങ്കിൽ അങ്ങനെയല്ല. വീണ്ടും വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു, അബുദാബിയിലടക്കം. ആ തരത്തിൽ ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. ഖത്തറിലൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചില ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കുമെന്നും ഇറാനും ചിന്തിക്കുന്നുണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് അവർക്കടിക്കാൻ പറ്റാവുന്ന കുറേ ദൂരെ നിന്നും വന്ന് അമേരിക്കയുടെ വലിയ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി ഇറാനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അവർക്ക് ആദ്യം തിരിച്ചടിക്കുക ഇസ്രായേലിനെ ആയിരിക്കും എന്ന് അവർ ആദ്യം തന്നെ വിശദമാക്കിയതാണ്. രണ്ടാമത്തേത്, ഈ മേഖലയിലുള്ള ഗൾഫ് മേഖലയിലുള്ള US ബേസുകളെ ആക്രമിക്കും എന്നവർ പറഞ്ഞതാണ്. അപ്പോൾ എത്ര തന്നെ ആക്രമണം നടത്തിയാലും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി അവർ വിചാരിക്കുന്നത്, ഇറാൻ്റെ ഒരു വിചാരമെന്ന് പറയുന്നത്, ഇസ്രായേലിനു മേലെ നടത്തുന്ന വലിയ ആക്രമണത്തിലൂടെ മാത്രമേ ഇതിനെ തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പലതവണ ഇസ്രായേലിൻ്റെ പല മന്ത്രിമാരും അതേപോലെ തന്നെ IRGCയുടെ നേതൃതലത്തിലുള്ള ആളുകളും പറഞ്ഞത്, ആക്രമണം തുടങ്ങുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ തന്നെ ആയിരിക്കും, പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, അത് ഇസ്രായേലിന് നേരെ തന്നെ ഉണ്ടാകുന്ന വലിയ ആക്രമണങ്ങളുടെ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയും UAE-യും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാത ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, ആ തരത്തിലുള്ള നിലപാടുകളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നത് അവരുടെ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തും, അത് ആ മേഖലയാകെ സംഘർഷത്തിലാക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ USS എബ്രഹാം ലിങ്കൺ ആയിരുന്നാലും അതേപോലെ തന്നെ ജാർ ഫോർഡ് ആയിരുന്നാലും ഇതെല്ലാം കൂടുതൽ ഈ മേഖലയിൽ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള അറ്റാക്കിന് ഒരു പരിമിതിയും ഉണ്ടാകുന്നത് കൊണ്ട് കൂടിയാണ്. അതായത് ഈ മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ഈ മറ്റു ആയുധങ്ങൾ കൊണ്ടും ഗൾഫ് മേഖലയിലെ ബേസിൽ നിന്ന് ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടലിൽ ഞാൻ ചോദിക്കുന്നത് എന്താ ചോദിച്ചാൽ, ഈ സുഹൈൽ, ഇപ്പം ഗൾഫ് മേഖലയിലെ ബേസിൽ നിന്ന് വിമാനം പറക്കുന്നു എന്ന കാരണം കൊണ്ടല്ലല്ലോ ഇറാൻ അവരെ ആക്രമിക്കുന്നത്. അമേരിക്കൻ താല്പര്യങ്ങളുള്ള മണ്ണ് GCC-യിലുണ്ട്, അത് ഞങ്ങൾ ആക്രമിക്കുമെന്നാണ്. അമേരിക്കയെ ആക്രമിക്കാൻ തുല്യമാണ്. കാരണം അമേരിക്കയിൽ പോയി ആക്രമിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്തായാലും അമേരിക്ക ആക്രമിച്ചാൽ അതിൻ്റെ കൗണ്ടർ അറ്റാക്ക് വരാൻ പോകുന്നത് ഇവിടേക്കാണ്. വിമാനം അവിടെ നിന്ന് പറക്കുന്നുണ്ടോ, വിമാനവാഹിനിയിൽ നിന്ന് പറക്കുന്നുണ്ടോ, രണ്ടാമത്തെ കാര്യം. സോ ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ ഗൾഫിലെ ഭരണാധികാരികൾക്ക് കഴിയണമെന്നാണ് ഇറാൻ വിചാരിക്കുന്നത്. കാര്യങ്ങൾ അവിടേക്ക് മൂവ് ചെയ്യുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അത്തരം സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ വിചാരിക്കുക, ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങൾ വിചാരിച്ച് പശ്ചിമേഷ്യയുടെ ആകെ ഗതി മാറ്റുന്ന സാഹചര്യം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇറാനും അങ്ങനെ വിചാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAE-യോ ഖത്തറോ വിചാരിച്ചാൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കപ്പുറമായി അമേരിക്ക എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കാൻ മാത്രം അങ്ങനെ വിചാരിക്കുന്ന ആളുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് ഇറാന് നേരെ തിരിച്ചടിയില്ലാതിരിക്കുക, അതിൻ്റെ ഒരു ആഘാതം കുറക്കുക, ഒറ്റ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമേരിക്കയുടെ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണവും അതേപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഉള്ള ആക്രമണത്തിലൂടെയും ഈ തങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ഭീഷണിയെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിനെ ഇനി എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ സമീപകാലത്തൊന്നുമില്ലാത്ത വലിയ സൈനിക ശേഷിയുമായിട്ടാണ് അമേരിക്ക വന്നിരിക്കുന്നത്. 50 ബില്യണിലധികം തുക വരുന്ന 12ഓളം യുദ്ധക്കപ്പലുകൾ തന്നെ നിരന്നു നിൽക്കുകയാണ്. ഡസൻ കണക്കിന്, നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ സായുധ കപ്പലുകളും ഒക്കെ വളഞ്ഞിരിക്കുന്നു ഇറാനെ എന്നിരിക്കെ യുദ്ധം കുറച്ചുകൂടി വലുതായാൽ വളരെ വേഗത്തിൽ ഇറാന് നാശം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല.